ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ രാഷ്ട്രീയം, ജിയോ പൊളിറ്റിക്സ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ, രാഷ്ട്രീയ പൊളിറ്റിക്കൽ, ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസ്, ജിയോ പൊളിറ്റിക്കൽ സമവാക്യങ്ങളും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ രാജ്യങ്ങൾ തമ്മിലുള്ള പുതിയ പുതിയ മിലിറ്ററി അലയൻസസും ഒക്കെ തന്നെ നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദിയും തമ്മിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ ഫലമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സൈനിക അല്ലെങ്കിൽ പ്രതിരോധ കരാറിൽ അവർ ഒപ്പുവെക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ നേരിടേണ്ടി വന്ന നാണക്കേടിന്റെ ഫലമായിട്ട് പാകിസ്ഥാൻ പുതിയ ഇന്ത്യക്കെതിരെ ഇനിയും ഒരു ക്ലാഷ് അതുപോലെ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇന്ത്യക്കെതിരെയുള്ള മിലിറ്ററി ഓപ്പറേഷനിൽ കൂടുതൽ ശക്തി അല്ലെങ്കിൽ കൂടുതൽ എന്താണ് പറയുന്നത്, ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി സൗദിയെ പോലുള്ള രാജ്യത്തെ കൂട്ടുപിടിക്കുന്നതായിട്ടാണ് പല ചർച്ചകളും വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സൗദിയും പാകിസ്ഥാനും തമ്മിൽ നടന്ന പ്രതിരോധ കരാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഓറിയന്റഡ് അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം, സൗദി എന്തുവായാലും പാകിസ്ഥാന് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ഇന്ത്യ സൗദി റിലേഷൻസ് പഴയതിലും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസും അതുപോലെ തന്നെ തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില റിലേഷൻസ് ഒക്കെ ഇന്ത്യയും സൗദിയും തമ്മിൽ ഉണ്ടെങ്കിൽ തന്നെയും ട്രേഡ് റിലേഷൻസ് ഒക്കെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സൗദിയെ പോലുള്ള രാജ്യത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ട് ഇപ്പോൾ ഇന്ത്യ മാറിക്കഴിഞ്ഞത് കൊണ്ടും ഒക്കെ തന്നെ സൗദി എന്തുവായാലും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പഴയ പോലെ, പണ്ട് പാകിസ്ഥാനെ ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കാശ്മീരിലെ പ്രോക്സി വാർ നടക്കുന്ന സമയത്തും 71 വാറുകളിലൊക്കെ തന്നെ ആയാലും ശരി, പാകിസ്ഥാനെ അകമഴിഞ്ഞ് സഹായിച്ച ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അതുപോലെ മറ്റ് പേർഷ്യൻ ഗൾഫിലെ രാജ്യങ്ങളൊക്കെ തന്നെ, ഏകദേശം GCC രാജ്യങ്ങളൊക്കെ തന്നെ. ഇന്ന് ആ സമവാക്യങ്ങളിലൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു പാക്ട് എന്ന് പറഞ്ഞാൽ സന്ധി അല്ലെങ്കിൽ ഒരു കരാറ് ഇന്ത്യക്കെതിരെയാണെന്നുള്ളൊരു വ്യാഖ്യാനം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശകലനം. അതിലുപരി ഇതെന്താണിത് അർത്ഥമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഒരു കഴുകനെ പോലെ ഈ പറഞ്ഞ രാജ്യങ്ങളുടെയൊക്കെ മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ്. അതായത് ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള വലിയൊരു പദ്ധതിയാണെന്ന് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഒരു രാജ്യമായി ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് ഈ ഇസ്രായേലിന്റെ ഫോർമേഷന് കാരണമായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അവരുടെ ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കി വെച്ചതാണ്. എന്നുവെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ കൊണ്ട് സ്ഥാപിച്ചിട്ട് പിന്നെ ഗ്രാജ്വലി അതിന്റെ റീജിയണൽ എക്സ്പാൻഷൻ നടത്തുക, എന്നിട്ട് അവിടെ ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശ ലക്ഷ്യത്തിലൂടെയാണ് ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പല ഈ ഇൻഡിപെൻഡന്റ് രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ ആയാലും ഇറാഖ്, സിറിയ, പിന്നെ ഈവൻ ജോർദാൻ, ഈജിപ്റ്റ് ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിട്ട് മാറുക എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കുണ്ട്. അത് എന്നാൽ ഈ അടുത്ത സമയത്തായിട്ട് പഴയതിലും വ്യത്യസ്തമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള ഈ മിഡിൽ ഈസ്റ്റിലെ അവരുടെ കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള അവരുടെ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ വളരെ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പറഞ്ഞ സമീപനം, അതുപോലെ തന്നെ പഴയ പോലെ അമേരിക്ക ഈ പറഞ്ഞ രാജ്യങ്ങളെ ഒന്നും പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത തെളിയുന്നില്ല. കാരണം ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ അവസാന
ആ ഒരു പാർട്ടിൽ ഇസ്രായേൽ പിന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് മുമ്പ്, സോറി മുമ്പല്ല, ആ ഒരു സമയത്ത് ആ യുദ്ധം ഇറാൻ പിന്നെ ഈ ഖത്തറും ഇറാനും തമ്മിൽ കൃത്യമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നില്ലെങ്കിൽ തന്നെയും ഇസ്രായേല് ഖത്തറിൽ ബോംബിട്ടു. ഹമാസിന്റെ ആൾക്കാരെ ഖത്തർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പേരിലാണ് അവിടെ കൊണ്ട് ബോംബിടുകയും അതിനുശേഷം ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഒക്കെ അത് തൽക്കാലത്തേക്ക് അവിടെ ഒരു സീസ്ഫയർ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെ തന്നെ സൗദി പോലുള്ള രാജ്യങ്ങളെ വല്ലാതെ എന്താണ് പറയുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അവരിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രാജ്യം ഇറാനാണ്. ഇറാനെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടുത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ തിയോക്രാറ്റിക് ആയിട്ടുള്ള റിലീജിയസ് റൂളിനെ അവിടെ നിന്ന് മാറ്റുക. ഇത് സാധ്യമായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭരണകൂടം അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ശ്രദ്ധ പിന്നീട് ഒരുപക്ഷെ തിരിയാൻ സാധ്യതയുള്ളത് ടർക്കി, സൗദി, പാകിസ്ഥാൻ, ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളെയാണെന്നുള്ളത് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉള്ള തിരിച്ചറിവുണ്ട്. അപ്പൊ ഈ ഇസ്രായേൽ ഈ രാജ്യങ്ങളുടെ മുകളിൽ കഴുകനെ പോലെ വട്ടം പറക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ഈ രാജ്യങ്ങളൊക്കെ മണത്തറിഞ്ഞു കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ യമനിലെ പ്രശ്നം സൗദിയും യു എയും തമ്മിൽ ഈ അടുത്ത സമയത്ത് നടന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ സൗദിക്ക് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് യു എയുടെ പ്രോക്സീസിനെ അവിടെ ബോംബിടുകയും യു എയുടെ അവിടെ നിന്ന് വിട്ടുപോകണമെന്നൊക്കെ പറയുന്നത്. യു എയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്. എബ്രഹാം അക്കോർഡിൽ യു എ ഒപ്പുവെച്ചതും സൗദി അതിനകത്ത് ഇതുവരെ ഒപ്പുവെക്കാഞ്ഞതും. അപ്പൊ അതിന്റെ പേരിൽ ഈ എബ്രഹാം അക്കോർഡ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നത് ഈ ഇസ്രായേലിന്റെ മിഡിൽ ഈസ്റ്റിലെ അംബീഷൻസിനെ കൂട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനിപ്പം ഏറ്റവും ഇസ്രായേലിന്റെ പ്രോക്സിയായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് യു എ ആണ്. സുഡാൻ, സൊമാലിയ, ലിബിയ, യമൻ ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ ഒരു ഇന്റലിജൻസ് ഗ്യാദറായിട്ടാണ് യു എ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പം സൗദിയെ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ അലോസരം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഈ മിലിറ്ററി അലയൻസിന് വേണ്ടി അവർ ഒപ്പുവെച്ചത്. അതിനുശേഷം ഇപ്പോൾ ടർക്കിയും അതിൻ്റെ ഒരു ഭാഗമാകുവാൻ വേണ്ടി ലോബിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത. ഈ പറഞ്ഞ സൗദി പാകിസ്ഥാൻ അലയൻസിന്റെ ഒരു ഭാഗമാകുവാൻ വേണ്ടി ടർക്കി അതിനകത്തിൽ ആഗ്രഹിക്കുകയും അവർ അതിനുള്ള ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് അവരുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡയലോഗ് എന്താണ് പറയുന്നത്, അത് സന്ധി സംഭാഷണമല്ല, ഇതിനു വേണ്ടിയുള്ള ഒരു ഈ കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മിഡിൽ ഈസ്റ്റിലൊരു പുതിയ മിലിറ്ററി ബ്ലോക്ക് ഉണ്ടാക്കുകയും അത് ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഒക്കെ പറയുന്ന ഒരു ഇസ്ലാമിക് നാറ്റോയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിട്ടാണ്. ഇനി അടുത്ത ഒരു പക്ഷേ അതിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും ഒരു പോസിബിലിറ്റി ഉള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് ആയിരിക്കും. കാരണം ഈജിപ്തിലെല്ലാം ഇസ്രായേലിന്റെ ഈ പറഞ്ഞ ഇസ്രായേൽ യു എയുടെ മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സിനെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നതാണ് സൗദി, ടർക്കി, ഈജിപ്റ്റ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. അത് ഈ ഇസ്രായേലിന്റെ റീജിയണൽ എക്സ്പാൻഷൻ അവർക്ക് വളരെ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ സമീപ ഭാവിയിൽ ഒരു പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടികളും ആക്രമണങ്ങളും ഉണ്ടാകാം. ഇസ്രായേലിന്റെ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള രാജ്യങ്ങളെ, ഈ അറബ് രാജ്യങ്ങളെല്ലാം ഫ്രാഗ്മെന്റ് ചെയ്യുക, എന്ന് വെച്ചാൽ വെട്ടിമുറിച്ചിട്ട് അസ്ഥിരപ്പെടുത്തിയിട്ട് ഇപ്പൊ സൊമാലിലാൻഡ് ഒരു സൊമാലിയുടെ ഒരു ഭാഗമായിട്ടുള്ള സൊമാലിലാൻഡായിട്ടൊരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് ആ രാജ്യത്തെ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇസ്രായേലിന്റെ ആധിപത്യം അവിടെ സ്ഥാപിക്കുക. അങ്ങനെ ഇസ്രായേലിന്റെ ഒരു എന്താണ് റീജിയണൽ എക്സ്പാൻഷൻ നടത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം സ്വതന്ത്ര പരമാധികാരത്തിന് വളരെയധികം ഭീഷണി ഉണ്ടാക്കുന്നതാണെന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ പുതിയ മിലിറ്ററി അലയൻസ്
പാകിസ്ഥാനും സൗദിയും തമ്മിലുണ്ടായത്. അതിനുശേഷം ടർക്കിനകത്തിൽ ജോയിൻ ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലൊരു അലയൻസിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും നമുക്ക് അതിനെ കാണുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ജിയോ പൊളിറ്റിക്സിൽ ഇതിനെ ഇസ്ലാമിക് നേറ്റം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് എത്രത്തോളം ഇത് മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇസ്രായേലിന്റെ പവറിനെ, സ്ട്രെങ്തിനെ ചലഞ്ച് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ഒരുപക്ഷെ ഈ രാജ്യങ്ങൾക്കൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. അവരുടെ ഒരു അലയൻസിന് അത് സാധിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇസ്രായേൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സപ്പോർട്ടറായിട്ട്, സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടറായിട്ട് അമേരിക്ക ഉണ്ടാകും. ഇപ്പോൾ UAE ഇസ്രായേലിൻ്റെ കൂടാണ്. അതിൻ്റെ ഫലമായിട്ടാണ് സൗദിയും UAE തമ്മിൽ യമനിലെ പ്രശ്നം ഉണ്ടായതും അവർ തമ്മിൽ ഇപ്പോൾ ഒരു സുഖകരമായിട്ടുള്ള ബന്ധമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ്. ഈ ട്രയാങ്കിൾ ഓഫ് പവർ, ഈ മൂന്ന് രാജ്യങ്ങൾ, ഇതിനകത്തിൽ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുവാനും വേണ്ടി ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആ, കൂടുതൽ ശ്രമിക്കും. എന്നിട്ട് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു കാരണം ഇല്ല, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ പ്രഹരത്തെ ഒന്ന് മറികടക്കുവാൻ വേണ്ടി ഇപ്പോൾ ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളുടെ മുമ്പിൽ വല്യേട്ടൻ ചമയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് മൂന്ന് രാജ്യങ്ങൾക്കും അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇഷ്ടം പോലെ പൈസയുണ്ട്. ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി മാനുഫാക്ചർ, വെപ്പൺസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ എപ്പോഴും പൊക്കിക്കാണിക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാം പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങൾ എപ്പോഴും ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ നോൺ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുവാനോ അല്ലെങ്കിൽ നേരിടാനോ ഞങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസ് നിങ്ങൾക്ക് വേണ്ടി തരാൻ, ന്യൂക്ലിയർ അംബ്രല്ല നടന്നത് അത് തരാൻ, അങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നത് പാകിസ്ഥാൻ എപ്പോഴും ഉയർത്തുന്ന ഒരു ക്ലെയിം, വാദം. ഇപ്പോൾ ടർക്കിക്ക് മിലിറ്ററി മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ തന്നെ. അത് നേറ്റോയിൽ അംഗരാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്നും അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ടർക്കിക്കുണ്ട്. ടർക്കി പാകിസ്ഥാന്റെ ഒരു മേജർ വെപ്പൺ സപ്ലയറുമാണ്. ഓപ്പറേഷൻ സിന്ധു സമയത്തൊക്കെ നമ്മളത് കണ്ടതാണ്. മിസൈൽസും ഡ്രോൺസും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ഡ്രോണിൽ ഏറ്റവും ഇന്ന് ഡ്രോൺ മാനുഫാക്ചറിങ്ങിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഈ ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ടർക്കിയുടെ ഡ്രോൺസ്, ഷിപ്സ്, മിസൈൽസ് ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പാകിസ്ഥാന് ഓൾറെഡി ഈ സപ്ലൈ ചെയിൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടർക്കിയും പാകിസ്ഥാനുമായിട്ടുള്ള മിലിറ്ററി ഈ സപ്ലൈ ചെയിന്. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെ അലയൻസ് ഒരു യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ, പിന്നെ നമുക്കറിയാം അത് മുസ്ലിം നേഷൻസ് ആണ്, അവർക്ക് എത്രത്തോളം ഇതുപോലെ കൂട്ടായ്മയായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം അതൊക്കെ ഇസ്രായേലിലും അമേരിക്കൻ കോമ്പിനേഷനും ഒക്കെ എപ്പോഴും അത് എന്താണ് പറയുന്നത്, ഈ പണി കൊടുത്തതിനെ ഡിസ്ട്രോയ് ചെയ്ത് കൈ കൊടുക്കുന്നുള്ള യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഇസ്രായേലിനെ ഭയന്നാണ് ഇപ്പം ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ അലയൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ടർക്കിയുടെ ആയുധവും സൗദിയുടെ പണവും പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസും എല്ലാം കൂടെ ഒന്നിപ്പിച്ചിട്ട് ഇസ്രായേലിനെ വിരട്ടാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ടർക്കിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി അലയൻസിന്റെ ഭാഗമാകുക. കാരണം ഈ ടർക്കി നേരിടുന്ന അല്ലെങ്കിൽ ടർക്കി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രീസും സൈപ്രസും ഇസ്രായേലും തമ്മിൽ ഒരു മിലിറ്ററി അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്ന് രാജ്യങ്ങളും ടർക്കിയായിട്ട് വിഷയങ്ങളുള്ളതാണ്. ടർക്കിയായിട്ട് വിഷയമുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് ടർക്കിക്ക് ഗ്രീസുമായിട്ടും സൈപ്രസുമായിട്ടും അർമീനിയ ഒക്കെ ആയിട്ടും പ്രശ്നമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ടർക്കി അവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ റീജിയണൽ ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രീസും സൈപ്രസും ഇസ്രായേലും തമ്മിൽ ഒരു ആക്സിസ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി അലയൻസ് ഉണ്ട്. ഇന്ത്യ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3+1 ആക്കാനാണ്. UAE അതിൻ്റെ പാർട്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ടർക്കിക്കും സൗദിക്കും എല്ലാം തന്നെ അറിയാം ഇസ്രായേലിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഭയന്നാണ് ഈ പറഞ്ഞ അലയൻസുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാണ്. സൗദി അറേബ്യയും ഈ പറഞ്ഞ ഗ്രേറ്റർ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ നടത്താൻ ഉദ്ദേശമുള്ള അറ്റാക്കിനെ ഭയക്കുന്ന ഒരു രാജ്യമാണ് ടർക്കി.
കാരണം ഇസ്രായേൽ പറയുന്നത് മുസ്ലിം ബ്രദർഹുഡിനെ, ഹമാസിനെ വളരെ ആധികാരികമായിട്ട് 2011 മുതൽ എർഡോഗാൻ ഈ ഹമാസിന്റെ നേതാക്കളെയൊക്കെ എല്ലാ രീതിയിലും സഹായിക്കുന്ന, ഹമാസിനെ സഹായിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന്റെ അധിക ആക്രമണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഇത് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഇത് ഒരുമിച്ച് കൂടുന്നത്. അല്ല വേറെ ഇപ്പൊ ടർക്കിയും സൗദിയും പാകിസ്ഥാനും കൂടെ എന്തുവരും ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ ഒപ്പോസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യക്കൊരു ഭീഷണിയാവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ടർക്കി നേരത്തെ മുതൽ തന്നെ പാകിസ്ഥാൻ ആയുധങ്ങളും അല്ലെങ്കിൽ മറ്റു സഹായങ്ങളും കൊടുക്കുന്നുണ്ട്. സൗദി നേരത്തെ മുതൽ തന്നെ ഫൈനാൻഷ്യൽ ഹെൽപ്പുകൾ പാകിസ്ഥാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ നിലകൊള്ളാൻ വേണ്ടി ഇങ്ങനെ ഒരു പുതിയ അലയൻസിന്റെ ആവശ്യമൊന്നും പ്രത്യേകിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇസ്രായേലിനെ ഭയന്നാണ്, ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു അങ്ങനെ ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള ഈ പറഞ്ഞ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയുള്ളൊരു മുൻകരുതൽ, ഒരു മിലിറ്ററി അലയൻസ് എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഇസ്രായേലിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇതിനകത്ത് നമ്മളിപ്പോൾ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ. ഒന്ന്, യമനിലെ പ്രശ്നം, സൗദിയും യു എയും തമ്മിലുള്ള പ്രശ്നം. സുഡാനിലും ഇതുപോലെ തന്നെ ഇസ്രായേലും യു എയും തമ്മിൽ അലയൻസ് ഉണ്ട്. അവര് ഈ സൗദി ടർക്കിക്കൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൊമാലിയയിൽ ഇത് തന്നെ വിഷയങ്ങൾ, ലിബിയയിലെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ സിറിയയിൽ ഇസ്രായേലും ടർക്കിയും തമ്മിൽ ടർഫ് വാർ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇസ്രായേൽ എല്ലായിടത്തും ഒരു കോമൺ ഡിനോമിനേറ്റർ ആകുമ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഇറാൻ പ്രശ്നത്തിൽ ഈ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഗൾഫിലെ രാജ്യങ്ങളോടൊക്കെ സഹായങ്ങൾ ചോദിച്ചപ്പോൾ അതിനകത്തില് ഈ സൗദിയും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഈ ട്രംപിനെ ഒപ്പോസ് ചെയ്ത ഒരു രാജ്യം എന്ന് പറഞ്ഞില്ല. യു എ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുകയും അല്ലെങ്കിൽ അതിനെ ട്രംപിനെ എതിർക്കുന്ന ഒരു നിലപാടെടുത്തായിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും യു എ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ കൂടെ ആണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് സൗദിയെയും ഈ പറഞ്ഞ ടർക്കിയൊക്കെ കൂടുതൽ പിന്നെ എന്താണ് പറയുന്നത്, യു എയോടുള്ള ഒരു ശത്രുത അല്ലെങ്കിൽ നിലപാട് മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു കാരണമായിട്ടുണ്ട്. ടർക്കിയെ സംബന്ധിച്ച് ഏത് സമയത്തും ഇസ്രായേലിന്റെ അറ്റാക്കിനെ അവർക്ക് നേരിടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ടർക്കി തന്നെ നേരത്തെ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹമാസിനെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടും ഹമാസിനെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ടും. ഇസ്രായേലുമായിട്ടുണ്ട് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പിനെ ആരെല്ലാം ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നു ആ രാജ്യങ്ങളെല്ലാം ഒരു ദാക്ഷിണ്യം കൂടാതെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അമേരിക്കയിലുള്ള വാഷിങ്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്കിന്റെ ഒരു ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് എന്ന് പറഞ്ഞൊരു തിങ്ക് ടാങ്കിന്റെ ഒരു സീനിയർ റിസർച്ച് ഫെലോ പറഞ്ഞിരിക്കുന്നത്. അതായത് സൗദിയും ടർക്കിയും തമ്മിലുള്ള ഈ പറഞ്ഞ അലയൻസ്, പാകിസ്ഥാനായിട്ടുള്ള അലയൻസ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഇന്ത്യക്കെതിരെ ഉള്ളതല്ല, മറിച്ച് ഇറാനെതിരെയുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ സുന്നികളും ഷിയകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വളരെ നൊട്ടോറിയസ് ആണ്, നമുക്കറിയാലോ. അപ്പോൾ ഒരുപക്ഷെ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഒരുപക്ഷെ ഇറാനിലെ ഭരണകൂടത്തെ ഇസ്രായേലിന് അട്ടിമറിക്കുവാൻ കഴിഞ്ഞാൽ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള, അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇറാനിയൻ റെജീം അല്ലെങ്കിൽ ഭരണകൂടം അവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് കൂടുതലും സിയോണിസ്റ്റ് ആയിട്ടുള്ള ഭരണകൂടമാകാനുള്ള സാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറഞ്ഞ വലിയ രാജ്യം ഈ പറഞ്ഞ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഓർബിറ്റിൽ വരികയും അത് ഈ സൗദി, ടർക്കി, പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കാൻ ഉള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ പറഞ്ഞ സൗദിയും ടർക്കിയും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങളാണല്ലോ അവര് ഒരുപക്ഷെ ഒന്നിക്കുന്നതെന്നാണ് ഒരു തിങ്ക് ടാങ്കിന്റെ റിസർച്ച് ഫെലോ പിന്നെ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത് നമുക്ക് തീർച്ചയായിട്ടും എന്തുവായാലും ഇസ്രായേൽ എന്നുള്ളതിനകത്ത് ഒരു കോമൺ ഫാക്ടറാണ് അല്ലെങ്കിൽ കോമൺ ഡിനോമിനേറ്ററാണ്. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റീജിയണൽ അഗ്രഷനോ അല്ലെങ്കിൽ റീജിയണൽ എക്സ്പാൻഷനോ ഈ രാജ്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇസ്രായേലിന്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഇറാഖ് ആയാലും സിറിയ ആയാലും ലിബിയ ആയാലും ലെബനൻ ആയാലും സൗദി ആയാലും ഈജിപ്റ്റ് ആയാലും യമൻ ആയാലും സൊമാലിയ ആയാലും സുഡാൻ ആയാലും
ഈ രാജ്യങ്ങളെയൊക്കെ ഇന്റേണലി വീക്കൻ ചെയ്ത് ഫ്രാക്ചർ ചെയ്യുക, എന്നിട്ട് ഫ്രാക്ചർ ചെയ്തിട്ട് ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് ഈ രാജ്യങ്ങളെല്ലാം വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ഈ പല കഷ്ണങ്ങളിലെ ഇസ്രായേലിൻ്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെയുള്ള അറബ് രാജ്യങ്ങളുടെ പിന്നെ എന്താണ് പറയുന്നത് ആ ഒരു ശക്തിയെ ഇസ്രായേലിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായിട്ട് ഈ കോൺഫ്ലിക്റ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ സുന്നി ഷിയ ഡിവൈഡ് ഉണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ അതിലുപരിയായിട്ട് ഇസ്രായേലാണ് ഈ പറഞ്ഞ മാഷിനേഷൻസ് എല്ലാം ഉപയോഗിക്കുന്നത്. അത് ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളെയും വൺ ബൈ വൺ ആയിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് ചെയ്യാനും അതിന് ജിയോ പൊളിറ്റിക്കലി ബാൾക്കനൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. രാജ്യങ്ങളെ ഒരു രാജ്യത്തെ വെട്ടിമുറിച്ച് രണ്ടോ മൂന്നോ കഷ്ണമൊക്കെ ആക്കുന്നതിനാണ് ബാൾക്കനൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇറാഖ് വാർ മുതൽ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് പറയുന്നത് ഫിനോമിന പ്രതിഭാസമാണ്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇറാനാണ്. ഇറാനെ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഭരണകൂടത്തെ അവർക്ക് നീക്കുവാനോ അല്ലെങ്കിൽ ഓവർത്രോ ചെയ്യാനോ ഇത് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു പ്രോജക്റ്റ് ഫുൾഫിൽ ആയതിനു ശേഷം മാത്രമായിരിക്കും ഇസ്രായേലിൻ്റെ അറ്റൻഷൻ, ശ്രദ്ധ ടർക്കിക്കെതിരെയും സൗദിക്കെതിരെയും ഈവൻ പാകിസ്ഥാനെതിരെയും തിരിയാനുള്ള സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സൗദിയും പാകിസ്ഥാനും ടർക്കിയും കൂടെ ഉണ്ടാക്കുന്ന ഒരു പക്ഷേ വളരെ അടുത്ത ഭാവിയിൽ തന്നെ ഈജിപ്റ്റ് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇസ്രായേലിനെതിരെയുള്ളൊരു പിന്നെ അലയൻസ് ആയിരിക്കും. ഇസ്രായേൽ ഈ പറഞ്ഞ രാജ്യങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കിതിനകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ജിയോ പൊളിറ്റിക്സ്, മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനിയും നമ്മൾ കാണാൻ പോകുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സെനാറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE അവിടെ മിക്കവാറും ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ. കാരണം UAE ഓൾറെഡി ഇസ്രായേലിൻ്റെ ഒരു പ്രോക്സി ആയിട്ട് മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോക്സി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇസ്രായേലിന് വേണ്ടി മാൻ ഫ്രൈഡ് എന്നൊക്കെ പറയും, ഒരു ഒരു ഹിറ്റ് മാൻ എന്നുള്ളൊരു റോളാണ് ഇപ്പോൾ UAE ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സൗദിക്കും ഒക്കെ തന്നെ വളരെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു നിലപാടായതുകൊണ്ടാണ് സൗദി യമനിലെ UAE ഈ പറഞ്ഞ ഫുജറ പോർട്ടിൽ നിന്നും ഈ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറഞ്ഞ ഈ സൗത്ത് യമനിൽ അവരൊരു പ്രത്യേക രാജ്യം ഉണ്ടാക്കി, അത് ഈ സൊമാലി ലാൻഡ് പോലെ അതിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും അവിടെ ഇസ്രായേൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സൗദി പെട്ടെന്ന് തന്നെ അതിനെ ആ ഒരു റെഡ് ഫ്ലാഗ് തിരിച്ചറിഞ്ഞിട്ട് അവിടെ ഈ UAE പിന്നെ അവർ കൊണ്ട് അവിടെ ഇറക്കിയിട്ടുള്ള ഈ പറഞ്ഞ മിലിറ്ററി വെഹിക്കിൾസിനെയൊക്കെ ആ പോർട്ടൊക്കെ ബോംബിട്ട് നശിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് UAE അവിടുന്ന് വിട്ടുപോകണമെന്ന് ഒരു കർക്കശമായിട്ട് പറയുകയും UAE അവിടുന്ന് വിഡ്രോ ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗൾഫിൽ ഇനിയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സൗദി UAE തമ്മിലൊരു ഫ്രഷ് എന്താ പറയുക ഫേസ് ഓഫ് കോൾഡ് വാർ കാണാനുള്ള സാധ്യതയുണ്ട്. UAE ഒരു പക്ഷേ, കാരണം സൗദിക്ക് ഇൻഫ്ലുവൻസ് ഉള്ള കാര്യങ്ങളാണ്. ഖത്തറും സൗദിയും തമ്മിൽ ഇടയ്ക്കൊന്ന് തെറ്റിപ്പിരിഞ്ഞാണെങ്കിലും ഇപ്പോൾ അത് ഏകദേശം ഒരു റിലേഷൻസ് നോർമലൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും സൗദിയുടെ ഒരു പുതിയ ഒരു ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE ആയിരിക്കും. കാരണം UAE ഇസ്രായേലിൻ്റെ ഒരു ഹിറ്റ്മാനായിട്ട് മാറിക്കഴിഞ്ഞു. ഇസ്രായേലിന് വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ UAE ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ജിയോ പൊളിറ്റിക്സ് മിഡിൽ ഈസ്റ്റിലെ വളരെ എന്താണ് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ജിയോ പൊളിറ്റിക്സിലേക്ക് മിഡിൽ ഈസ്റ്റ് മാറിക്കഴിഞ്ഞു. പുതിയ പുതിയ മിലിറ്ററി അലയൻസുകളും അതുപോലെ തന്നെ മിലിറ്ററി ഇക്വേഷൻസും രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പറഞ്ഞ ബന്ധങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ റിലേഷൻസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടർക്കിയെ എൻസർക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് ഗ്രീസും സൈപ്രസും ഇസ്രായേലും കൂടെയുള്ള മിലിറ്ററി അലയൻസ് കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ഒരുപക്ഷെ അതിനകത്ത് 3+1 ആയിട്ട് ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യ അതിനകത്തിൽ എത്രത്തോളം പങ്കെടുക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഡയറക്റ്റായിട്ട് ഉള്ള പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ തന്നെയും മറ്റ് രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻസ് ഒക്കെ തന്നെ സാധ്യമാണ്. ആയുധങ്ങൾ കൊടുക്കാം, മറ്റു രീതിയിലുള്ള ഇൻ്റലിജൻസ് കൊടുക്കാം, ഏതെങ്കിലും തരത്തിലുള്ള ടെക്നോളജിയൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ മിലിറ്ററി മാനുഫാക്ചറിങ്, കമ്പൈൻഡ് ആയിട്ടുള്ള മിലിറ്ററി മാനുഫാക്ചറിങ്ങിന് വേണ്ടി നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം UAEയുടെ പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ ഇന്ത്യയും UAEയും തമ്മിൽ ഈ സമാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് വെച്ചാൽ മിലിറ്ററി സ്ട്രാറ്റജിക് ആയിട്ടുള്ള മേഖലയിൽ കൂടുതൽ ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ പറഞ്ഞ ഒരു മാറ്റങ്ങളൊക്കെ തന്നെ
ഈ സൗദി, പാകിസ്ഥാൻ, ടർക്കി യുടെ ഭാഗത്തു നിന്നുള്ള നിലപാടിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് ഈ ഇന്ത്യയും ഇസ്രായേലും UAEയും തമ്മിലുള്ള ബന്ധങ്ങളെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം കൂടുതൽ ഈ ടോപ്പിക്കുകൾ നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം, സംസാരിക്കാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.